ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അതായത് റാഗ്ലൻ സ്ലീവ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. വിത്ത് ഇലാസ്റ്റിക്കാണ്. അതായത് നെക്കിലും ഷോൾഡറിലും പിന്നെ നമ്മുടെ സ്ലീവിലും ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രോക്ക് ചെയ്യുന്നത് കോട്ടൻ്റെ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്. ഈ ഒരു കളർ തീമിലാണ് ഞാൻ ചെയ്യുന്നത്. ബ്ലാക്ക് സ്ലീവിനും ഈ ഒരു കളറ് നമ്മുടെ ഫ്രോക്കിനുമായിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 മീറ്റർ ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കും ഇതൊരു 1/2 മീറ്ററാണ് സ്ലീവിന് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം പേപ്പറിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് നെക്ക് വിഡ്ത്താണ്. നെക്ക് വിഡ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്യുക. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 3.25 ഇഞ്ചാണ്. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ചാണ്. എനിക്ക് ഷോൾഡർ വേണ്ടത് 3.5 പ്ലസ് 1/2 ഇഞ്ച് ആഡ് ചെയ്ത് 4 ഇഞ്ച് എടുത്തു. പിന്നെ എൻ്റെ നെക്ക് ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 4.5 അതിവിടെ മാർക്ക് ചെയ്ത് നമുക്ക് വേണ്ടത് ആം ഹോളാണ്. ആം ഹോള് ഞാനിവിടെ എടുക്കുന്നത് 6.5 എനിക്ക് തയ്ച്ചിട്ട് 6 വേണ്ടത്. അതിനോട് കൂടി 1/2 ഇഞ്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ട ചെസ്റ്റിൻ്റെ മെഷർമെൻ്റാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് എനിക്ക് 8.5 തയ്ച്ചിട്ട് കിട്ടേണ്ടത്. അതിനോട് കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. അതിവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അത് ഇവിടെ വരച്ചു കൊടുക്കുക. നെക്ക് ലെങ്ത്തിൽ നമുക്കൊരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിൽ എടുത്ത ആ ഒരു നമുക്ക് എത്രയാണോ തയ്ച്ചിട്ട് വേണ്ട ആ ഒരു മെഷർമെൻറ്റിലേക്ക് ഈ ഒരു 3.5-യിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പം നമ്മളുടെ പാറ്റേൺ വരുന്നത്. ഈ ഒരു ഭാഗം ജോയിൻ ചെയ്തു. ഈ ഒരു പോർഷനാണ് നമ്മളുടെ സ്ലീവ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് വേണം നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കാൻ. ആദ്യം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. തുണി ഇങ്ങനെ 4 മടക്കണം. 4 മടക്കുക. നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഓൺ ഫോൾഡ് ആയിരിക്കണം. നമ്മളുടെ സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ ഈ ഒരു 4 ഫോൾഡ് ഇങ്ങനെ കാണുന്നില്ലേ, ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴത്തോട്ട് വേണം നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ. ഒരു 1/2 ഇഞ്ച് തുമ്പ് വിട്ടിട്ട് വേണം ഈ ഒരു സൈഡിൽ നിന്നും നമ്മൾ ഇത് മാർക്ക് ചെയ്യാൻ. എല്ലാ സൈഡിലും ഒരു 1/2 ഇഞ്ച് തുമ്പ് വിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. ഇനി നമ്മളുടെ ക്ലോത്തിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ നമ്മളുടെ ഫ്രോക്കിൻ്റെ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ബോഡീൻ്റെ മെഷർമെൻ്റ് എടുത്ത ആ ഒരു പീസില്ലേ, അതാണ് ഇനി നമ്മളിവിടെ വെക്കേണ്ടത്. ഞാൻ ഇവിടുന്ന് 1 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയിട്ട് വെച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് കട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതും ഒരു 1/2 ഇഞ്ച് തുമ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് തയ്ച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ചെസ്റ്റിന് ഒരു
1 ഇഞ്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് സീം അലവൻസ് കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇലാസ്റ്റിക് ഇടുന്ന കാരണമാണ് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. നമ്മളുടെ ഷേപ്പ്, അതായത് ഹിപ്പ് മെഷർമെൻറ്റ് എവിടെയാണോ അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ വെടുത്ത് എടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് വേണ്ടത് 7.5 അതിനോടുകൂടി 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലെങ്ത്ത് എടുക്കുക. എത്രയാണോ നമ്മളുടെ ലെങ്ത്ത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയ നമ്മുടെ സ്ലീവ് വെച്ചിട്ട് വേണം, സ്ലീവിൻ്റെ ഈ പാറ്റേൺ വെച്ചിട്ട് വേണം ലെങ്ത്ത് എടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ വീണ്ടും ലെങ്ത്ത് കൂടും. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത് മൈനസ് ചെയ്തിട്ട് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ എത്രയാണോ മൈനസായി പോകുന്നത് അത് വെച്ചിട്ട് നമ്മൾ ബാക്കി എടുത്താൽ മതി. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ ആ ഒരു പാറ്റേൺ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാനിവിടെ ബോട്ടം വിഡ്ത്താണ് എടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ എടുക്കുന്ന ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോത്തിൻ്റെ ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അതായത് 15 ഇഞ്ചാണ് ഇത് കിട്ടുന്നത്. ആ ഒരു 15 ഇഞ്ച് ഞാനിവിടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ലീവിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്താണത്. ഇനി നമ്മൾ ഇതൊരു ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കോട്ടൺ ആയതുകൊണ്ട് ഞാൻ ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിങ് ഇതേമാതിരി ട്രേസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മുകൾ ഭാഗത്ത് നമുക്ക് ഇതൊന്ന് മറിച്ച് കൊടുക്കണം. അപ്പോൾ അതിനൊരു പീസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു പീസ് 2.5 ഇഞ്ച് ലെങ്ത്തും ഇതിനേക്കാളും ഒരു 2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കും ലൈനിങ്ങും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കണം. ഈ ഒരു പീസ് വയ്ക്കുമ്പോൾ നമ്മൾ നല്ല ഭാഗം കൂടി പ്ലേസ് ചെയ്തിട്ട് വേണം ഈ ഒരു പീസ് വയ്ക്കാൻ. എന്നിട്ട് തയ്ച്ചതിൻ്റെ ശേഷം ഇതിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ നല്ല ഭാഗം കൂടി വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് മറിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഫ്രണ്ടിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടണം. എന്നിട്ട് പതുക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസും ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മറ്റേത് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ചെയ്യുക. ഇനി നമ്മളുടെ സ്ലീവാണിത്. സ്ലീവിനും നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ലൈനിങ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതും ഇതേപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്ലീവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒരു ഫോൾഡിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. കാരണം നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ളത് കാരണമാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇത് വീണ്ടും ഒരു മടക്കും കൂടി കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും ഈ ഒരു സ്ലീവിൻ്റെ 2 സൈഡും ഈ ഒരു മെത്തേഡിൽ നമ്മൾ
സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. ഇലാസ്റ്റിക്കിന് നമുക്ക് അപ്പോൾ നമ്മളുടെ ഇലാസ്റ്റിക് മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എടുക്കുന്നത് സ്ലീവിൻ്റെ സൈഡിന് 5 ഇഞ്ചും നമ്മളുടെ ഷോൾഡറിൻ്റെ ഇവിടെ 7 ഇഞ്ചുമാണ് ഞാൻ എടുക്കുന്നത്. ഇത് 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് എടുക്കുക. അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സൈഡിൽ പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. ഇനി നമ്മളുടെ ഫ്രോക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് നല്ല ഭാഗം കൂടി പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പതുക്കെ സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സൈഡിലും ഉള്ള സ്ലീവ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ മുന്നേ നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ നെക്കിനും ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഇന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ തന്നെ ഇത് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ നെക്കിലും ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ ഒരു ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നെക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് എടുക്കേണ്ടത്. ഈ ഒരു മെത്തേഡ് നമുക്കിവിടെ കാണുന്നില്ലേ, ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. അങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ സൈഡ് മെഷർമെൻറ്റ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്രോക്കാണ്. കണ്ടോ, ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്ലീവുകൾ അറ്റാച്ച് ചെയ്തെടുക്കേണ്ട ഈ ഒരു ഇതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഈവൻ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയൊരു ഫ്രോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.